ഒരു സിനിമയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം ടിക്കറ്റ് ബുക്കിംഗ് ആണ്. പുതിയൊരു സിനിമ റിലീസ് ചെയ്ത് 2-3 ദിവസം മുമ്പ് മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതിലൂടെ ആ സിനിമയുടെ പ്രീ സെയിൽ കണക്കാക്കുന്നത് റിലീസിന് ശേഷം വിറ്റഴിക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം വെച്ച് ഓരോ ദിവസത്തെയും കളക്ഷൻ കണക്കാക്കപ്പെടും. വിവിധ ബുക്കിംഗ് സൈറ്റുകൾ വഴി നേരിട്ടുമൊക്കെയാണ് പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിയുന്ന ബുക്ക് മൈ ഷോ എന്ന ആപ്പ് മുഖേനയാണ്. ഇപ്പോഴിതാ പുതുവർഷത്തിൽ പുത്തൻ സിനിമകൾ റിലീസിന് ഒരുങ്ങുന്നത് 2025 ബുക്ക് മൈ ഷോ വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ സിനിമ ലിസ്റ്റാണ് പുറത്തു വന്നത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ആണ് ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 12 മലയാള സിനിമകളാണ് ലിസ്റ്റിലുണ്ട്. ഇതിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്ന ലോക ചാപ്റ്റർ ചന്ദ്രയാണ്. കല്യാണി പ്രിയേഷൻ നായകനായ ചിത്രത്തിൽ 5.5 മില്യൺ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ നിന്ന് മാത്രം വിറ്റിരിക്കുന്നത്. മോഹൻലാൽ ചിത്രമായ തുടരും, എമ്പുരാൻ എന്നിവയെ മറികടന്നാണ് ലോകയുടെ ഈ നേട്ടം. ഹൃദയപൂർവ്വം സിനിമയെ കടത്തിവെട്ടി നിവിൻ പോളിയുടെ സർവ്വമായ 4-ാം സ്ഥാനത്തെത്തി. 2.01 മില്യൺ ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റഴിഞ്ഞത്. മമ്മൂട്ടിയുടെ കളങ്കാവ് ലിസ്റ്റിൽ 8-ാം സ്ഥാനത്താണ്. 1.15 മില്യൺ ടിക്കറ്റുകളാണ് പടത്തിൻ്റെതായി വിറ്റഴിഞ്ഞു കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോക ചാപ്റ്റർ 1 5.5 മില്യൺ, തുടരും 4.52 മില്യൺ, എമ്പുരാൻ 3.78 മില്യൺ, സർവമായ 2.07 മില്യൺ, ഹൃദയപൂർവ്വം 1.47 മില്യൺ, ആലപ്പുഴ ജിങ്കാന 1.34 മില്യൺ, ഡി 1.33 മില്യൺ, കളങ്കാവൽ 1.5 മില്യൺ, രേഖാചിത്രം 8,876 കെ, ഓഫീസർ ആൻഡ് ഡ്യൂട്ടി 8,053 കെ, എക്കോ 756 കെ, സുമതിവള് 446 കെ എന്നിങ്ങനെ പോകുന്നു.